ഹലോ. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ചാർട്ടിനെ പറ്റിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു 1-2 ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു സ്പെസിഫിക് ആയിട്ടൊരു ചാർട്ട്. നമുക്കറിയാം, ചാർട്ട് എന്ന് പറയുമ്പോൾ ഈ ട്രേഡേഴ്സിൻ്റെയൊക്കെ കോറായിട്ടുള്ളൊരു സാധനമാണ്. അവരുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന, അവർ എപ്പോഴും വ്യൂ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ചാർട്ട്. പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് കാണാനും അതെല്ലാം അല്ലേ. ചിലപ്പോൾ തിരമാല പോലെ ആയിരിക്കും, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ പല പല പാറ്റേണുകളിൽ നമ്മൾ ചാർട്ടിനെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ യൂഷ്വലി ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു ലൈൻ ചാർട്ടായിരിക്കും. ലൈൻ ചാർട്ടിൽ ക്ലോസ് പ്രൈസസിൻ്റെ ബേസിലായിരിക്കും ലൈൻ ചാർട്ട്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന മറ്റൊരു ചാർട്ടാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. ഇപ്പോൾ ഈ രണ്ട് ചാർട്ടും അല്ലാതെ മൂന്നാമതൊരു അടിപൊളി ചാർട്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് റെങ്കോ ചാർട്ട് എന്നാണ് അതിൻ്റെ പേര്. ഇതൊരു നിസാര ചാർട്ടല്ല, ജപ്പാൻകാരനാണ് ഈ ചാർട്ട്. ക്യാൻഡിൽ സ്റ്റിക്കും എനിക്ക് തോന്നുന്നു ജാപ്പനീസ് ചാർട്ട് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ ലൈൻ ചാർട്ടിലും ഈ ക്യാൻഡിൽ സ്റ്റിക്കിലും കിട്ടാത്ത ചില ഇൻഫർമേഷൻസ് നമുക്ക് റെങ്കോ ചാർട്ടിൽ കിട്ടും. റെങ്കോ ചാർട്ടിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടും, അത് എങ്ങനെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കാര്യമൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി റെങ്കോ ചാർട്ട് വെച്ചിട്ടുള്ളൊരു ട്രേഡിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അതിനൊരു ഇൻസൈറ്റ് എനിക്ക് തരാൻ പറ്റും. ഞാനൊരു ചില മെത്തേഡ്സൊക്കെ യൂസ് ചെയ്തൊരു ട്രേഡിംഗ് സിസ്റ്റത്തിന് വേണ്ടി ട്രൈ ചെയ്തു. അത് ചില രീതിയിലെല്ലാം ഒന്ന് പ്രോഫിറ്റബിളൊക്കെ ആയി. പക്ഷേ ഞാനത് ആക്ച്വൽ ട്രേഡ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ട്രേഡ് ചെയ്തില്ല, കാരണം പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ആ ഇൻസൈറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പല രീതിയിൽ യൂസ് ചെയ്തൊരു പ്രോഫിറ്റബിൾ സിസ്റ്റം ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. ആ ഇൻസൈറ്റ്സ് മേ ബി നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്കത് മേ ബി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ സ്ട്രാറ്റജിയുമായിട്ട് അലൈൻ ചെയ്തോ ഒക്കെ അത് യൂസ് ചെയ്യാനായിട്ട് മേ ബി അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഉടനെ തന്നെ സ്ക്രീൻ റെക്കോർഡറിൽ കാണാം. ഹലോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ റെങ്കോ ചാർട്ടിൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ റെങ്കോ ചാർട്ട് ഇതാണ് നമ്മൾ സംസാരിച്ച റെങ്കോ ചാർട്ട്. ഈ റെങ്കോ ചാർട്ട് ട്രേഡിംഗ് വ്യൂവിൽ എവിടെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ട്രേഡിംഗ് വ്യൂവിൽ ഈ ക്യാൻഡിൽസിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴോട്ട് വരുമ്പോൾ ഇവിടെ റെങ്കോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ റെങ്കോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റെങ്കോ ചാർട്ട് ആക്ടിവേറ്റ് ആവും. പക്ഷേ ഒരു കാര്യമുണ്ട്, ട്രേഡിംഗ് വ്യൂവിന്റെ ബേസിക് വേർഷനിൽ ഈ പറയുന്ന റെങ്കോ ചാർട്ട് ഇല്ല. ഹയർ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ റെങ്കോ ചാർട്ട് എനബിൾ ആവത്തുള്ളൂ. അപ്പൊ അത് തന്നെയായിരുന്നു സത്യം പറഞ്ഞ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും. ഞാൻ മുമ്പ് എനിക്ക് ഒരു ബേസിക് വേർഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എൻ്റെ ട്രേഡിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് ഞാൻ കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യാന്ന് വിചാരിക്കുകയും കുറച്ചൊന്ന് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തു. ഹയർ പ്ലാൻ ചൂസ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ഹയർ പ്ലാൻ ചൂസ് ചെയ്ത സമയത്താണ് ഈ റെങ്കോ ചാർട്ട് ഞാൻ കണ്ടത്. നോർമലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈൻ ചാർട്ട്സും അതുപോലെ തന്നെ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട്സും ഒക്കെയാണ്. അത് 99% ഓഫ് ട്രേഡേഴ്സും യൂസ് ചെയ്യുന്ന ചാർട്ട്സ് ആണ് ഈ ലൈൻ ചാർട്ട്സും അതുപോലെ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട്സും. ഇപ്പോൾ റെങ്കോ ചാർട്ട് യൂസ് ചെയ്താൽ എന്തെങ്കിലും ഒരു ട്രേഡിംഗ് എഡ്ജ് നമുക്ക് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ഈ റെങ്കോ ചാർട്ട് ഞാൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഈ റെങ്കോ ചാർട്ട് ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഡൗട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെ ട്രേഡിങ്ങിൽ അത് എഫക്റ്റീവ് ആക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ ഉള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു തോട്ട്സ് ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു, അപ്പോൾ അതിന് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്, ഇതൊക്കെയാണ്. പിന്നെ റെങ്കോ ചാർട്ട് വെച്ച് നമുക്ക് എങ്ങനെ ഒരു ട്രേഡിംഗ് ഇൻസൈറ്റ് ഉണ്ടാക്കാം എന്നുള്ളത്. മുകളിൽ നിങ്ങൾ കാണുന്നത് ഒരു ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നാം, എന്താണിത് മൊത്തം വൈറ്റ് കളർ എന്ന് അല്ലേ. അപ്പോൾ നോർമലി ഞാൻ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് ഗ്രീന് അല്ലെങ്കിൽ റെഡ് എന്നുള്ള രീതിയിൽ ഇടാറില്ല. ബേസിക്കലി ഒന്നും കൊണ്ടല്ല, യൂഷ്വലി നമുക്ക് നമ്മുടെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഗ്രീന് കാണുമ്പോൾ ഇത് കയറിപ്പോവാം എന്നൊരു തോട്ടും റെഡ് കാണുമ്പോൾ ഇറങ്ങിപ്പോവാം എന്നൊരു തോട്ടുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ തോട്ടൊന്നും വേണ്ട, ന്യൂട്രൽ ആവാം എന്നുള്ള രീതിയിലാണ് ഇതിനൊരു വൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, വലിയൊരു രീതിയിലുള്ള ഒരു ഫോളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ആ റെഡ് സൈൻസ് കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഫിയർ ഫാക്ടർ ഇൻഡ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ന്യൂട്രൽ ആയിട്ടൊരു ചാർട്ട് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ട്രെയിനിങ് സെറ്റപ്പിൽ യൂഷ്വലി ഞാൻ ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടും പിന്നെ വേറെ ഉള്ള ഇതേപോലെയുള്ള റെങ്കോ ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഞാനത് പുതിയതായിട്ട് റെങ്കോ വഴി എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എഡ്ജ് കിട്ടാൻ പറ്റുമോ എന്നുള്ളൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ റെങ്കോ ചാർട്ട് യൂസ് ചെയ്തത്. പക്ഷെ 1-2 കാര്യങ്ങൾ എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് റെങ്കോയിൽ തോന്നി. ആ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒന്ന്, ഈ റെങ്കോ ചാർട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾ കണ്ടായിരുന്നു ഈ റെങ്കോ ചാർട്ടിനകത്ത് കണ്ടോ, ഇവിടെ ഒരു ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ടാണ് ക്യാൻഡിൽസ് വരുന്നത്. ക്യാൻഡിൽസ് എന്നല്ല, ബ്രിക്സ് ആണ് ബേസിക്കലി ഇവിടെ.
അപ്പൊ ഈ റെങ്കോ ഒരു നിസ്സാരനായ ഒരു ചാർട്ടല്ല, ഇയാള് ജപ്പാനിൽ നിന്നുള്ള ചാർട്ടാണ്. ക്യാൻഡിൽ സ്റ്റിക്കും എനിക്ക് തോന്നുന്നു ജപ്പാനിൽ നിന്നുള്ള ചാർട്ട് തന്നെയാണ് എന്ന്. ഈ ക്യാൻഡിൽ സ്റ്റിക്കുമായിട്ട് അപേക്ഷിച്ച് റെങ്കോയ്ക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാർട്ടാണ്, വളരെ പ്യുവർ ആയിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാർട്ടാണ് റെങ്കോ എന്ന് പറയുന്നത്. ഇപ്പൊ ബൈ ആണെന്നുണ്ടെങ്കിൽ ബൈ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രീൻ ബ്രിക്സ് എപ്പോൾ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഗ്രീൻ ബ്രിക്സ് ഡെവലപ്പ് ചെയ്യുക. അതായത് നമ്മുടെ ആക്ച്വൽ പ്രൈസിൽ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന ഒരു സിനാരിയോ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും ഗ്രീൻ ബ്രിക്സ് കാണിക്കുക. ഇതിപ്പോ ഒരു റെഡ് ക്യാൻഡിൽ ആയിരുന്നു, അതാണ്ട് ഇവിടെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ ചാർട്ടിൽ മുകളിലത്തെ ചാർട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അവിടെ ഒരു റെഡ് ബ്രിക്ക് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ആ റെഡ് ബ്രിക്ക് ഗ്രീൻ ബ്രിക്ക് ആവുന്നത് കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന സമയത്താണ് റെഡ് ബ്രിക്ക് ഗ്രീൻ ബ്രിക്ക് ആയിട്ട് കൺവേർട്ട് ആവുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ ബ്രിക്ക് റെഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്ന സ്ഥലത്താണ്. അപ്പൊ ഈ റെങ്കോ ചാർട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി ഈ ബ്രേക്ക് ഔട്ട്സ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളതിന്റെ ക്ലിയർ കട്ട് ഇൻറ്റിമേഷൻ ആണ്. കാരണം ബ്രേക്ക് ഔട്ട് ഉണ്ടെങ്കിൽ മാത്രമേ റെങ്കോ ചാർട്ടിൽ അവിടെ ക്യാൻഡിൽ ഉള്ളൂ. ബ്രേക്ക് ഔട്ട് ഇല്ലെങ്കിൽ അവിടെ ക്യാൻഡിൽ ഇല്ല. ക്യാൻഡിൽ സ്റ്റിക്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മിനിറ്റിലോ ഓരോ സെക്കൻഡിലോ ഒക്കെ ഈ പറയുന്ന ചാർട്ട് ഫോർമേഷൻ അവിടെ നടക്കും. പക്ഷെ റെങ്കോയിൽ അങ്ങനെ ടൈം എന്നുള്ള ഒരു ഫാക്ടറേ ഇല്ല. നിങ്ങൾക്കൊരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ഉണ്ടായിരിക്കുന്ന 9:30 ആണെങ്കിൽ അവിടെ റെങ്കോ ഒരു റെഡോ അല്ലെങ്കിൽ ഗ്രീനോ ക്യാൻഡിൽ ഒരു ബ്രിക്ക് കാണിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കുന്നത് ഒരു 10:30-ക്കാണ്. അവിടെ ഒരു ട്രെൻഡ് മാർക്കറ്റിലില്ല, 10:30-ക്കേ വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 10:30-ക്കേ അടുത്ത ബ്രിക്ക് കാണിക്കത്തുള്ളൂ. നോർമലി അവിടെ ഒരു മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആണ് ഇൻ ബിറ്റ്വീൻ എന്നുണ്ടെങ്കിൽ ആ 9:30 മുതൽ 10:30 വരെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രിക്ക് കൺസ്ട്രക്ഷൻ റെങ്കോയിൽ നടക്കില്ല. അതുകൊണ്ട് റേഞ്ച് ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്നുണ്ടോ, മാർക്കറ്റ് ട്രെൻഡിങ് ആണോ, മാർക്കറ്റ് ട്രേഡിംഗ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള ടൂളാണ് റെങ്കോ. പിന്നെ അങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ അത് ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണോ, അത് കണ്ടിന്യൂ ചെയ്യോ എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അതെല്ലാം നമുക്ക് പറ്റുമായിരുന്നെങ്കിൽ പിന്നെ ഒരു റെങ്കോ ചാർട്ട് മാത്രം വെച്ച് അങ്ങ് ട്രേഡ് ചെയ്താൽ പോരെ, വേറെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഒരു മെത്തേഡിനകത്ത് നമുക്ക് കിട്ടത്തില്ല. റെങ്കോ ചാർട്ടിൽ നമുക്ക് കുറെ ഇൻസൈറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അത് ഷുവറാണ്. പിന്നെ അതുപോലെ തന്നെ ഫാൾസ് ബ്രേക്ക് ഔട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എക്സാക്ട്ലി ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള രീതി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടെക്നിക്കൽസ്, അതായത് റെസിസ്റ്റൻസും സപ്പോർട്ടും എവിടെയാണ് എന്നുള്ള വേണമെങ്കിൽ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനും റെങ്കോ ചാർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രെൻഡ് റിവേഴ്സ് ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളത് രീതിയിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഈ റെങ്കോ ചാർട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റേഞ്ച് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു നിങ്ങൾക്ക്, റേഞ്ച് ബ്രേക്ക് ഔട്ട്സ് ഉള്ളത്. ഇനി ഇപ്പോൾ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് നമുക്ക് എങ്ങനെ ഏകദേശം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാം, അത് എക്സാക്ട്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഒരു ഇൻസൈറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്ന് ഇവിടെ ഈ റെങ്കോ ചാർട്ടിന്റെ ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതാണ്ട് ഈ ഏരിയയിലോ അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ ഏരിയാസിലോ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇതേപോലെ ട്രെൻഡ് വലിയൊരു മൂവ്മെന്റ് ഇല്ലാത്തൊരു ഏരിയയിൽ ഗ്രീനോ റെഡോ ക്യാൻഡിലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നെങ്കിൽ അവിടെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ നമ്മൾ ഒരെണ്ണം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫാൾസ് ബ്രേക്ക് ഔട്ടിൽ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രൈസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യണം എന്നില്ല. ഇവിടെ ശരിക്കും ഒരു അപ്വേർഡ് ഡയറക്ഷനിലാണ് കയറുന്നത്, ട്രെൻഡിന് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. പക്ഷെ ട്രെൻഡ് അപ്വേർഡ് ആണ്, ട്രെൻഡ് ലൈൻ കറക്റ്റ് ആയിട്ട് വരച്ച് ഈ പറയുന്ന ഡിപ്പോൺ ബൈസ് എന്നുള്ള രീതിയിൽ റെങ്കോ ചാർട്ട് യൂസ് ചെയ്ത് നമുക്ക് മേ ബി ട്രേഡ് ചെയ്യാവുന്നതാണ് ഈ ഒരു പോർഷനിൽ. ഇവിടെ ഈ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ക്യാൻഡിൽ സ്റ്റിക്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ട്രെൻഡ് ഇവിടെ കാണുന്നില്ല. പക്ഷെ റെങ്കോ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രെൻഡ് കിട്ടും. കാരണം ഇവിടെ ഈ രണ്ട് റെഡ് ക്യാൻഡിലിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ, ഇതൊരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് ആണ്, ഇവിടെ ഉള്ള ചെറിയൊരു ബ്രേക്ക് ഔട്ട്. ഈ ചെറിയൊരു ബ്രേക്ക് ഔട്ടിനെ അത് ഐഡന്റിഫൈ ചെയ്യുവാണ് അവിടെ ചെയ്തേക്കുന്നത് റെങ്കോ ചാർട്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് റേഞ്ച് ബ്രേക്ക് ഔട്ട്സിനെ വളരെ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റ് ട്രെൻഡിങ് ആണോ ട്രേഡിംഗ് ആണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും റെങ്കോ ചാർട്ട് വളരെ യൂസ്ഫുൾ ആണ്. ഇനി അതിന്റെ ടെക്നിക്കൽസ്, അതായത് സപ്പോർട്ടും റെസിസ്റ്റൻസും ചാർട്ട് ചെയ്യാനായിട്ട് റെങ്കോ ചാർട്ട് യൂസ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 3 ലൈനെങ്കിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ, എന്നാൽ മാത്രമേ ആ ട്രെൻഡ് ലൈനിന് ഒരു പവർഫുൾനെസ് കാണത്തുള്ളൂ, അല്ലെങ്കിൽ ആ ട്രെൻഡ് ലൈൻ അത്രയും പവർഫുൾനെസ് കാണത്തില്ല.
ഇവിടെ ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് 1, 2, 3, 4 ലൈൻസിനെ ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രെൻഡ് ലൈനാണ്. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് ഏകദേശം ഒരു ട്രേഡിംഗ് എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, മാർക്കറ്റ് ഇവിടെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഈ റെങ്കോ ചാർട്ടിന്റെ ലൈൻ ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ വന്നു, റെഡ് ക്യാൻഡിൽ തന്നെ നിന്ന് ഇത് കണ്ടിന്യൂഷൻ നിന്നുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ സപ്പോർട്ട് ലൈനെ ബ്രേക്ക് ചെയ്തു. സപ്പോർട്ട് ലൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ഒരു പവർഫുൾ ട്രെൻഡ് കണ്ടിന്യൂഷൻ ചാൻസ് ഉണ്ടെന്നാണ്. മേ ബി നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെൽ പൊസിഷൻ എടുക്കാം. എന്നിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ എപ്പോഴാണോ റെങ്കോയിൽ ഉണ്ടാവുന്നത് ആ സമയത്ത് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിൽ കാണിക്കുന്നത് ആ ട്രെൻഡിന്റെ മൊമെന്റം ലൂസായിട്ട് അത് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു. മേ ബി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ച്. ഞാൻ എക്സാക്ട് നിങ്ങൾ എങ്ങനെ ഒരു ട്രേഡിംഗ് സിസ്റ്റം ഉണ്ടാക്കണം എന്നുള്ള കാര്യം പറയുന്നില്ല. നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യൂ ഈ റെങ്കോ ചാർട്ട് യൂസ് ചെയ്ത്. വളരെയധികം എക്സ്പെരിമെന്റ് ചെയ്യാൻ സ്കോപ്പുള്ള ഒരു സാധനമാണ് റെങ്കോ ചാർട്ട്. ഈ വളരെ പ്ലെയിൻ ആണ്, വളരെ ഈസി ആയിട്ട് ഇത് ട്രേഡിംഗ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ പ്രൈസിന്റെ ഇൻഫർമേഷൻ തരുന്നു. ടൈം എന്നുള്ള ഫാക്ടറിനെ ശരിക്കും മാറ്റുന്നു. ഇവിടെ ഒരു മൊമെന്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ബേസിക്കലി റെങ്കോ ചാർട്ട് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഗ്രീൻ ക്യാൻഡിൽ വന്നു, അതിന് പകരം ഒരു റെഡ് ക്യാൻഡിൽ വരുന്നു എന്ന് വിചാരിക്കുക. ഇവിടെ ക്രോസ് ചെയ്യാതെ ഈ ലൈൻ ടച്ച് ചെയ്തിട്ട് പിന്നീട് വരുന്ന ഒരു റെഡ് ക്യാൻഡിലാണ്. റെഡ് ക്യാൻഡിലാണെങ്കിൽ ആ രീതി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സെൽ പൊസിഷൻ എടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നത് എപ്പോഴാണോ ആ രീതിയിൽ എക്സിറ്റ് ചെയ്യാം. പക്ഷേ ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ബാക്ക് ടെസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അതിന് വേണ്ടി ട്രൈ ആവൂ. വലിയ പരിക്കുകളില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ആ സിസ്റ്റം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം മാത്രം പോരാ, നിങ്ങൾ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ആഡ് ചെയ്യണം. മേ ബി ട്രെൻഡ് ലൈനും കൂടെ ചേർത്ത് വെച്ച് ആഡ് ചെയ്യണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓസിലേറ്ററോ ഒരു ക്രോസ് ഓവർ ആയിട്ടുള്ള സാധനമോ ഒക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് എന്ത് സ്ട്രാറ്റജി ആണെങ്കിലും എന്ത് മെത്തഡ് ആണെങ്കിലും ഏത് മെത്തഡ് എടുത്തായാലും നിങ്ങൾക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന്റെ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഏത് മെത്തേഡ് എടുക്കുന്നു എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരി ആ മെത്തേഡ് നമ്മൾ കുറച്ചു കാലം ഒന്ന് വർക്ക് ചെയ്ത് അതിനൊന്ന് സ്കെയിലപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് അതിന്റെ പ്രശ്നങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ ഒന്ന് പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരുമ്പോഴാണ് ശരിക്കും നമ്മൾ പ്രോഫിറ്റബിൾ ആവുന്നത്. അല്ലാതുള്ള എല്ലാ മെത്തേഡ്സും എല്ലാ സ്ട്രാറ്റജീസും ഒരു ചെറിയൊരു എഡ്ജ് തരുമായിരിക്കും, ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റബിൾ തരുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് നല്ല വലിയ രീതിയിൽ പ്രോഫിറ്റബിൾ ആവണം, വലിയ രീതിയിലുള്ള പൊസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റണം. അപ്പോഴേ നമ്മൾ വലിയ രീതിയിൽ പ്രോഫിറ്റബിൾ ആവത്തുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ സമയത്തിന് റിട്ടേൺ കിട്ടത്തുള്ളൂ. ആ രീതി വരണമെങ്കിൽ നമ്മൾ നമ്മുടെ ഈ സ്ട്രാറ്റജി, നമ്മുടെ എന്ത് സ്ട്രാറ്റജി ആണെങ്കിലും എന്ത് മെക്കാനിസം വെച്ചുള്ള സ്ട്രാറ്റജി ആണെങ്കിലും അതിനെ ഫൈൻ ട്യൂൺ ചെയ്യണം, അതിനെ പഠിക്കണം, അതിന്റെ ഇഷ്യൂസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഈ റെങ്കോ ചാർട്ടിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ്സ്. ട്രെൻഡ് എപ്പോൾ ഉണ്ടാവും, മൊമെന്റം മാർക്കറ്റിലുണ്ടോ, മാർക്കറ്റ് അത് റേഞ്ച് ബൗണ്ട് ആണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫോൾസ് ബ്രേക്ക്ഔട്ടിനുള്ള ചാൻസസ് എവിടെയൊക്കെയാണ്. ഫോൾസ് ബ്രേക്ക്ഔട്ട് നമ്മളിപ്പോ ഒരു ബ്രേക്ക്ഔട്ട് കാണിച്ചാൽ അവിടെ കയറി എൻട്രി ചെയ്യണോ ഇല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിന്റെ റെസിസ്റ്റൻസ്, സപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ട്രെൻഡ് അത് എങ്ങനെ ഏത് സമയത്ത് റിവേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. എക്സിസ്റ്റിംഗ് ട്രെൻഡ് താണ്ട് ഇവിടെ ഒരു ഫോൾസ് ബ്രേക്ക്ഔട്ട് കാണിച്ചു, ഇവിടെയൊക്കെ ഫോൾസ് ബ്രേക്ക്ഔട്ട് കാണിച്ചു, അത് കഴിഞ്ഞ് താഴെ വന്ന് ഇവിടെ ഒരു റിയൽ ബ്രേക്ക്ഔട്ട് വന്നു. ഈ റിയൽ ബ്രേക്ക്ഔട്ട് ഇങ്ങനെ 2-3 തവണ ഇത് കാണിക്കും. അതിനുള്ള ആ പോസിബിലിറ്റീസ് നമുക്ക് ഒന്ന് ഫ്ലാഗ് ചെയ്ത് തരും. ഇതിന് മറ്റ് ഇൻഡിക്കേറ്റേഴ്സും കൂടെ യൂസ് ചെയ്തോ വേറെ എന്തെങ്കിലും പ്രൈസ് ആക്ഷൻ പോലുള്ള മെത്തേഡ്സോ യൂസ് ചെയ്തോ ഒക്കെ നമുക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് റെങ്കോ ചാർട്ട്. അപ്പൊ ഈ റെങ്കോ ചാർട്ടിനെ പറ്റി എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ബേസിക് ആയിട്ട് റെങ്കോ ചാർട്ട് ഇവിടെ ടൈമിനെ കൺസിഡർ ചെയ്യുന്നില്ല, പ്രൈസിനെയാണ് ബേസിക്കലി റെങ്കോ ചാർട്ട് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ഈ റെങ്കോ ചാർട്ട് വെച്ച് ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കൂ. ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ട്രയൽ വേർഷനിൽ അവർ എത്രയോ പീരീഡ് തരുമെന്ന് തോന്നുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ട്രേഡിംഗ് വ്യൂ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ 1 ആഴ്ചയോ 2 ആഴ്ചയോ അങ്ങനെ എന്തോ ആണെന്ന് പീരീഡ് ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാ ടൂൾസും യൂസ് ചെയ്ത് നോക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് റെങ്കോ ചാർട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ഇത് യൂസ് ചെയ്താലുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റം മാർക്കറ്റിൽ എപ്പോൾ വരുന്നു എന്ന് മനസ്സിലാക്കാം. ഒരു ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഓപ്ഷൻ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ ഈ മൊമെന്റം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മൊമെന്റം വന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഈസി ആയിട്ട് നമുക്ക് കാണിച്ചു തരും. പിന്നെ അതനുസരിച്ചുള്ള ആക്ഷൻസ് എല്ലാം നമ്മുടെ സ്ട്രാറ്റജി എന്താണോ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ റെങ്കോ ചാർട്ട്. ഇതിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറയാനുണ്ട്. ശരിക്കും ആ കാര്യം പറയണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത്. ആ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, റെങ്കോ ചാർട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ അതിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വേർഷനാണ് ട്രേഡിംഗ് വ്യൂവിന്റെ എടുത്തിരുന്നത്. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ഈ റെങ്കോ ചാർട്ട് അവൈലബിൾ അല്ലായിരുന്നു. പിന്നീട് ഞാൻ അത് അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് റെങ്കോ ചാർട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ
എനിക്ക് തോന്നിയത് ഒരു പുതിയ ചാർട്ട് കിട്ടിയല്ലോ. ലൈൻ ചാർട്ടും ക്യാൻഡിൽ സ്റ്റിക്കും അല്ലേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഹെക്കിനാഷിയൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ റെങ്കോ ചാർട്ട് യൂസ് ചെയ്താൽ ഒരു ട്രേഡിംഗ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എഡ്ജ് കിട്ടും എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. അപ്പൊ ബേസിക്കലി അതിന്റെ എഡ്ജിന് ഞാൻ ആലോചിച്ചത്, റെങ്കോയിൽ ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണിക്കുന്നു. ഇവിടെ ഒരു റെങ്കോ ചാർട്ടിനകത്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ കാണിക്കുന്നു എന്ന് വിചാരിക്കുക. എവിടെയെങ്കിലും ഒരു ഗ്രീൻ ക്യാൻഡിൽ റെങ്കോ ചാർട്ടിൽ കാണിക്കുന്നു. അപ്പോൾ ആ കാണിക്കുന്ന ഗ്രീൻ ക്യാൻഡിൽ കാണിച്ച് അത് കുറച്ച് കയറിപ്പോയി. അത് കഴിഞ്ഞിട്ട് ആ ഒരു ട്രെൻഡ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ അടുത്ത റെഡ് ക്യാൻഡിൽ വരുമ്പോൾ റെഡ് ക്യാൻഡിലിന്റെ ആ കൺവേർട്ട് ആവുന്ന സമയത്ത് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റണം. അങ്ങനെ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ എൻട്രി ചെയ്തു, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റണം. അങ്ങനെയുള്ളൊരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റബിൾ ആയി ട്രേഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ബേസിക്കലി ഇവിടെ സംഭവിക്കുന്നത്, ഒരു മൊമെന്റം ഉണ്ടായി, ആ മൊമെന്റം എവിടെ വെച്ച് സ്റ്റോപ്പായി, ആ മൊമെന്റം റിവേഴ്സൽ ഉണ്ടായി. ആ റിവേഴ്സലിനെ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് റെങ്കോ ചാർട്ട് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്നുള്ളതാണ് ബേസിക്കലി തോട്ട്. അപ്പോൾ അതിന് ഞാൻ മാനുവലി ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മെനക്കേടാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇവിടെ അതിന്റെ ഡേറ്റ ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തു. ഡേറ്റ അതാണ്ട് ഇവിടെ ഉണ്ട്. ഡേറ്റ ഒരു കുറച്ച് മെയ് 16 മുതലുള്ള ഡേറ്റ ആണ് ഞാൻ എടുത്തേക്കുന്നത്. മെയ് 16 മുതൽ മെയ് 21 വരെയുള്ള ഡേറ്റ ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് റെങ്കോ ചാർട്ടിന്റെ. എന്നിട്ട് ഞാൻ കുറച്ച് ഫോർമുലാസ് എല്ലാം അതിനകത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്തു. ആ ഫോർമുലാസ് അപ്ഡേറ്റ് ചെയ്തതിന്റെ ബേസിലാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിൽ കിടക്കുന്നത്. ഇപ്പൊ ഇത് റെങ്കോ ചാർട്ടാണ് ഇവിടെ ഉള്ളത്. റെങ്കോ ചാർട്ടിന്റെ ഡേറ്റയാണ് ഇവിടെ കിടക്കുന്നത്. റെങ്കോ ചാർട്ടിൽ എപ്പോഴൊക്കെയാണോ ക്യാൻഡിൽ വന്നേക്കുന്നത് ആ സമയത്ത് മാത്രമേ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റ കാണത്തുള്ളൂ. 9:40, 9:30, 9:40 2 ക്യാൻഡിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. 10, 10:20, 10:20 3 ക്യാൻഡിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10:20 അത്രയും വലിയൊരു പ്രൈസ് മൂവ്മെന്റ് ഉണ്ടായി എന്നാണ് അത് കാണിക്കുന്നത്. ഇതിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതിന് മുന്നേ ഈ റെങ്കോ ചാർട്ടിനകത്ത് നമുക്ക് ഈ റെങ്കോ ചാർട്ടിനെ സെറ്റിംഗ്സ് ചെയ്യാൻ പറ്റും. സെറ്റിംഗ്സ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെങ്കോ ചാർട്ടിന് നമുക്ക് ഡിഫൈൻ ചെയ്യാം ഇതിന്റെ ബ്രിക്സ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, അതായത് ബ്രിക്സ് എത്ര പോയിന്റ് മൂവ് ആകുമ്പോഴാണ് അതിന്റെ ബ്രിക്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് മാനുവലി ഡിഫൈൻ ചെയ്യാം. അതിന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ചാർട്ടിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഒരെണ്ണം ഓപ്പൺ ആവുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രഡീഷണൽ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എത്രയാണ് ഒരു ബോക്സിന്റെ സൈസ് 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 50 ഉണ്ടാവുന്ന ഒരു പ്രൈസ് മൂവ്മെന്റ്, 50 വാല്യൂവിന്റെ ഒരു പ്രൈസ് മൂവ്മെന്റ് വരുന്ന സമയത്തെ അവിടെ ഒരു റെങ്കോ ചാർട്ടിന്റെ ഒരു ബ്രിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എങ്കിലും എനിക്കത് വളരെ സുഖകരമായിട്ട് തോന്നിയില്ല. അതിന് പകരം ATR എന്നുള്ള മെത്തേഡാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. ATR എന്ന് വെച്ച് കഴിയുമ്പോൾ ആവറേജ് ട്രൂ റേഞ്ച് ആണ്. ഇവിടെ 14 ക്യാൻഡിൽസിന്റെ ആവറേജ് ട്രൂ റേഞ്ചിന്റെ ബേസിലാണ് ഈ ഒരു റെങ്കോ ചാർട്ട് ഡെവലപ്പ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാനുവലി ചേഞ്ച് ചെയ്ത് നോക്കാം. ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കി, പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് 14 ക്യാൻഡിലിന്റെ ട്രൂ റേഞ്ച് എടുക്കുമ്പോഴുള്ള റെങ്കോയാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത്. കാരണം ചിലപ്പോൾ മാർക്കറ്റിൽ വലിയൊരു വോളറ്റിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ആവറേജ് ട്രൂ റേഞ്ച് കറക്റ്റ് ആയിട്ട് ആ വോളറ്റിലിറ്റിക്ക് അനുസരിച്ച് റെങ്കോ ചാർട്ടിനെ പ്ലേസ് ചെയ്യും. റെങ്കോ ചാർട്ടിന്റെ പ്രൈസ് മൂവ്മെന്റ്സിനെയും അല്ലെങ്കിൽ അത് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നതിനെയൊക്കെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ കാഷ്വൽ ആയിട്ട് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക എന്നൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് നാരോ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നടത്തുന്നതെങ്കിൽ ആ രീതിയിൽ 14 ക്യാൻഡിലിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ 14 പ്രീവിയസ് ആയിട്ടുള്ള 14 ക്യാൻഡിലിൽ നിന്നും അതിന്റെ ആവറേജ് ട്രൂ റേഞ്ച് ഫൈൻഡ് ചെയ്തിട്ട് ആയിരിക്കും ഇത് കാണിക്കുക. അല്ല മാർക്കറ്റ് നല്ല രീതിയിൽ വോൾട്ടൈൽ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു റേഞ്ചിലുള്ള 14 ക്യാൻഡിൽസ് ഐഡന്റിഫൈ ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കെയർലെസ്നെസ് കൊണ്ട് നമ്മൾ മാർക്കറ്റിന്റെ വോളറ്റിലിറ്റി മനസ്സിലാക്കാത്തത് കൊണ്ട് നേരെ പോയി സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും കൂടെ നമുക്ക് ആ രീതിയിൽ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ATR ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചിലോട്ട് തന്നെ വരാം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഞാൻ റെങ്കോയുടെ ഡേറ്റയാണ് ഇട്ടേക്കുന്നത്. നിഫ്റ്റിയുടെയാണ് ഞാൻ എടുത്തത് നോക്കിയത് കേട്ടോ. നിഫ്റ്റിയുടെ 5 മിനിറ്റിന്റെ റെങ്കോയുടെ ഡേറ്റ, 5 മിനിറ്റ് വെച്ചിട്ടുള്ള റെങ്കോ ക്യാൻഡലിന്റെ ഡേറ്റയും ഇവിടെ റൈറ്റ് സൈഡ് നിഫ്റ്റിയുടെ തന്നെ 5 മിനിറ്റിലുള്ള ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ഡേറ്റയുമാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചത് ഇവിടെ റെങ്കോ ഗ്രീൻ ആണോ അല്ലെങ്കിൽ റെഡ് ആണോ വരുന്നത് എന്നുള്ളത് ഇവിടെ ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു. അതായത് ക്ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പണിനെക്കാളിലും മുകളിലാണെങ്കിൽ അത് ഗ്രീൻ ആയിരിക്കും കാണിക്കുക. എന്നാൽ ക്ലോസ് ഓപ്പണിനെക്കാളും താഴെയാണെങ്കിൽ ഇവിടെ റെഡ് എന്നുള്ള രീതിയിലായിരിക്കും കാണിക്കുക.
അപ്പൊ ഈ രീതി ഞാൻ ഇവിടെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി റെങ്കോ മിക്സ് ആവുന്നത് നമുക്ക് മനസ്സിലാവണമല്ലോ. ഗ്രീനിൽ നിന്ന് എപ്പോഴാണ് റെഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാവണം. അതിനുവേണ്ടി ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആദ്യത്തെ തൊട്ട് മുന്നത്തെയും കറണ്ട് ആയിട്ടുള്ളതിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഒരു ഫോർമുല ഇട്ട് ഞാൻ ആ രീതിയിൽ സെറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ GR എന്നുള്ളതാണ് ഗ്രീൻ ടു റെഡ് എന്നുള്ള രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ അവ സെൽ എന്നും, അതല്ല ഇനി റെഡ് ടു ഗ്രീൻ എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ബൈ എന്നും എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെയും ഇപ്പുറത്തൊരു ഫോർമുലയും കൂടെ സെറ്റ് ചെയ്തു. അങ്ങനെ ഈ ഫോർമുല എല്ലാം സെറ്റ് ചെയ്തു. എനിക്ക് ബൈ സെൽ സിഗ്നൽസ് എല്ലാം ഇവിടെ കിട്ടി. ഇവിടെയാണ് ബൈ, ഇവിടെയാണ് സെൽ എന്നുള്ള രീതിയിലെല്ലാം ഇത് കാണിച്ചു തന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് ഗ്രീനിൽ നിന്ന് റെഡ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ റെഡിൽ നിന്ന് ഗ്രീൻ ആവുന്ന സമയത്ത് അങ്ങനെ ഒരു ട്രെൻഡിന്റെ ഒരു കൺവേർഷൻ വരുന്ന സമയത്ത് നമുക്ക് അവിടെ സെല്ലോ ബൈയോ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ എൻട്രി പ്രൈസ് ആയിട്ട് ഞാൻ വെച്ചത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 5 മിനിറ്റിലുള്ള ക്യാൻഡിൽ എവിടെയാണോ, ഈ നിഫ്റ്റിയിലുള്ള ക്യാൻഡിൽ എവിടെയാണോ ആ ക്യാൻഡിലിനെ പോയി ഫൈൻഡ് ചെയ്തിട്ട്, അതായത് ഇവിടെ 9:30 ആണെന്നുണ്ടെങ്കിൽ 9:30ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിഫ്റ്റിയിലുള്ള ക്യാൻഡിൽ ഏതാണോ അതിന്റെ ക്ലോസിംഗ് പ്രൈസ് നോക്കിയാണ് ഞാൻ ഇവിടെ ഈ സാധനം ഐഡന്റിഫൈ ചെയ്തത്. ഇവിടെ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും 9:30ക്കുള്ള നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രൈസ് 22261 ആണ്. അത് തന്നെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അതാണ് നമ്മുടെ എൻട്രി പ്രൈസ്. പിന്നെ എക്സിറ്റ് പ്രൈസ്, ഈ എൻട്രി പ്രൈസ് നമ്മൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടേക്കുന്ന ക്ലോസിംഗ് പ്രൈസ് ആണ് എക്സിറ്റ് പ്രൈസ്. ഈ എക്സിറ്റ് പ്രൈസ് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടേക്കുന്നത് നെക്സ്റ്റ് ഇത് കൺവേർട്ട് ആവുന്ന സമയമുണ്ടല്ലോ, ഇത് സെല്ല് മാറി അടുത്ത ബൈ വരുന്ന സമയം. അതായത് ഇതൊരു ഗ്രീനിൽ നിന്ന് റെഡ് ക്യാൻഡിലായി, റെഡ് ക്യാൻഡിൽ നമ്മൾ എൻറ്റർ ചെയ്തു, ഇനി റെഡ് ക്യാൻഡിൽ കൺവേർട്ടായി ഗ്രീൻ ക്യാൻഡിൽ ആവുന്ന സമയം. അതാണ് ഞാനിവിടെ ബൈയുടെ നമ്മുടെ എക്സിറ്റ് പ്രൈസ് ആയിട്ട് ഇട്ടേക്കുന്നത്. ആ എക്സിറ്റ് പ്രൈസ് വരുന്ന സമയത്ത് തന്നെ, അതേ സമയത്ത് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുക മാത്രമല്ല നമ്മുടെ പൊസിഷനെ സ്വിച്ച് ചെയ്യുകയും ചെയ്യും. ഞാനിവിടെ സെല്ലാണ് ചെയ്തിരുന്നത് റെഡ് ക്യാൻഡിൽ കണ്ടിട്ട്. ഇവിടെ ഞാൻ റെഡ് ക്യാൻഡിൽ നിന്ന് ഗ്രീൻ ക്യാൻഡിലോട്ട് ആവുമ്പോൾ ഈ സെല്ലിനെ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ അത് ബൈ പൊസിഷനായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടു. അങ്ങനെ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടു, ഈ പറയുന്ന ഡേറ്റ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടു. എന്നിട്ട് ഞാൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്തു ഇതെനിക്ക് വർക്ക് ആവുമോ ഇല്ലയോ, ഇത് എന്തോരം പ്രോഫിറ്റ് തരുന്നുണ്ട്, ഇത് ശരിക്കും നമുക്ക് ഒരു സിസ്റ്റമായിട്ട് വെറുതെ ഈ ക്യാൻഡിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ഈ ക്യാൻഡിലുള്ള കൺവേർഷൻ വെച്ച് മാത്രമായിട്ട് ഒരു പ്രോഫിറ്റബിൾ സിസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് ലോസ് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് ഇട്ടു. സെല്ലാണോ അല്ലെങ്കിൽ ബൈ ആണോ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ വന്നേക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ഫോർമുല എല്ലാം സെറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇഫിന്റെ ഒരു ഫോർമുല എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ആ രീതിയിലാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നമ്മൾ റെങ്കോ വെച്ച് ട്രേഡ് ചെയ്തു എന്നെങ്കിൽ പോലും ഈ പറയുന്ന ഒരൊറ്റ വേരിയബിൾ എടുത്ത് ട്രേഡ് ചെയ്താൽ, അതായത് റെഡ് ഗ്രീനിലോട്ടും ഗ്രീൻ റെഡിലോട്ടും കൺവേർട്ട് ആവുന്ന ഒരു മെത്തേഡ് വെച്ച് ട്രേഡ് ചെയ്താൽ നമുക്ക് അവിടെ ഉള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 27 പോയിന്റ്സിന്റെ ലോസ് ആണ്. നിഫ്റ്റിയിൽ 27 പോയിന്റ്സ് പ്രോഫിറ്റ് പോലും അല്ല, ലോസ് ആണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം മാത്രമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു ക്യൂരിയോസിറ്റി വേണ്ടി അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കിയത്. അപ്പൊ നിങ്ങൾക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു മെത്തേഡും കൂടെ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇതിനെ ഒരു ബെറ്റർ സിസ്റ്റമാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നോർമലി അതൊരു നല്ല സിസ്റ്റം ആണെങ്കിൽ ആരും അത് അങ്ങനെ ഷെയർ ചെയ്യത്തില്ല, എങ്കിലും നിങ്ങൾ അത്രയും വലിയ സന്മനസ്സുള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്നോട് ഒന്ന് ഷെയറും കൂടെ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഇതാണ് റെങ്കോ ചാർട്ടിന്റെ ഒരു ഡേറ്റ സ്റ്റഡി ആയിട്ട് ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത്. ഈ പറയുന്ന ഷീറ്റ് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിലും കൂടെ ഇട്ടേക്കാം വീഡിയോയുടെ. നിങ്ങൾക്ക് ആസ് യൂഷ്വൽ നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ മറ്റ് വീഡിയോകളിൽ ഞാൻ ഷീറ്റ് ഇട്ടേക്കുന്ന പോലെ തന്നെ ഈ ഷീറ്റ് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. നിങ്ങൾക്ക് കോപ്പി ചെയ്ത് നിങ്ങളുടെ സിസ്റ്റംസ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിൽ ഈ റെങ്കോ ചാർട്ടിന്റെ ഈ കൺസെപ്റ്റ്സ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റെങ്കോ ചാർട്ടിനെ പറ്റിയുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ശരിക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെ നല്ല മറ്റൊരു തോട്ടുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. റെങ്കോ ചാർട്ട് ആ സമയത്ത് നിങ്ങളൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ആ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഒരു ഉണർവ് കിട്ടിയെങ്കിൽ, എന്തെങ്കിലും പുതിയ ഒരു സ്പാർക്ക് കിട്ടിയെങ്കിൽ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യൂ. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.